ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവകൃപയാലും ദൈവത്തിൻ്റെ ദയയാലും ദൈവത്തിൻ്റെ സ്നേഹത്താലും ദൈവത്തിൻ്റെ കാരുണ്യത്താലും ഒരു പ്രഭാതം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തെ തന്നതിനായി ദൈവത്തെ സ്തുതിക്കാം. ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി നമ്മളെ അർപ്പിക്കാം. ദിവസം മുഴുവൻ ദൈവത്തിങ്കിൽ പ്രത്യാശ വയ്ക്കാം. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അർത്ഥവത്തായി നമ്മൾ മനഃപ്പാഠമാക്കേണ്ടതും അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ടതുമായ ഒരു സങ്കീർത്തനമാണ് ഇന്നത്തെ നമ്മുടെ ഇത്. 46-ാമത്തെ സങ്കീർത്തനം. 45 വിവാഹഗീതമാണ്. വിവാഹത്തിനോടുള്ള കുഞ്ഞാടിൻ്റെ കല്യാണം, കാന്തയാകുന്ന ക്രിസ്തു, മണവാട്ടിയാകുന്ന സഭ, അതിൻ്റെ പ്രതീകാത്മകമായ ഒരു ചിത്രീകരണം, ആവിഷ്കാരമാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. അങ്ങനെ വൈവാഹിക ജീവിത വ്രതവാഗ്ദാനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ് ക്രിസ്തുവാകുന്ന മണവാളന്. അങ്ങനെ വിവാഹം ചെയ്യപ്പെട്ട ജീവിതത്തിൽ തുടർന്ന് നമ്മൾ ചൊല്ലേണ്ടുന്ന നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും കതലായ ഒരു അർത്ഥവത്തായ ഒരു സങ്കീർത്തനം 46-ാം സങ്കീർത്തനം. അത് അതിനകത്ത് പ്രധാനമായിട്ട് ദൈവം നമ്മോടുകൂടെ എന്ന് വേണമെങ്കിൽ പറയാം. ഗോഡ് വിത്ത് അസ്, അതാണ് എൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടി ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തരമായത്? ഇവിടെ തുടങ്ങുന്നത് തന്നെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമത്തെ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. വിത്തൗട്ട് ഫിയർലെസ്നെസ്സിൻ്റെ കാരണം ദൈവം സങ്കേതമായിട്ടുണ്ട് എന്നുള്ളതാണ് അടിയുറച്ച വിശ്വാസം. വളരെ മനോഹരമാണ് ഈ വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിലെല്ലാം അനേകരുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളിലും പ്രക്ഷുബ്ധമായ ജീവിതാവസ്ഥയിലുമെല്ലാം അവർക്കൊരു നങ്കുരമായി തീർന്നിട്ടുള്ളതാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. വളരെ മനോഹരമായി. God is our shelter and strength, always ready to help in times of trouble. So we will not be afraid, even if the earth is shaken and mountains fall into the ocean depths. Even if the seas roar and rage and the hills are shaken by the violence. There is a river that brings joy to the city of God. ഇവിടെ എന്തു വന്നാലും സമുദ്രങ്ങൾ മധ്യേ പർവ്വതങ്ങൾക്കുള്ളിൽ സമുദ്രമത്തി വീണാലും ശരി നാം ഭയപ്പെടുകയില്ല എന്ന് പറയുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് പടകിൽ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്ന ഒരു ചിത്രം നമ്മളിലുണ്ട്. അവിടെ അവൻ ശാന്തമായി ഉറങ്ങുകയാണ്. അപ്പോൾ തിരമാലകളും ഇതെല്ലാം വന്ന് പടകിനെ ആഞ്ഞടിക്കുകയാണ്. പടക് തിരകളാൽ മുങ്ങുമാറായി. ഉടനെ അവനെ ഉണർത്തുകയാണ്. ഉടനെ കർത്താവ് ചോദിക്കുന്നു, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭയപ്പെടുവാൻ എന്താണ് ഇങ്ങനെ നിങ്ങളുടെ വിശ്വാസം എവിടെ? അല്പവിശ്വാസികളെ എന്ന് അവരെ വിളിക്കുന്നത്. കാരണം കർത്താവ് പടകിലുണ്ടെങ്കിൽ ആ പടക് സുരക്ഷിതമാണ്, അതിനൊന്നും സംഭവിക്കുകയില്ല. അതിങ്ങനെ കാറ്റും ആടി ഉലഞ്ഞാലും ശരി, അതിങ്ങനെ ഒരു യാനമായി അതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ. പക്ഷേ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം. അവരവനെ ഉണർത്തുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ പല കൊടുങ്കാറ്റുകളും പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയതയെ ഉണർത്തുവാനുള്ളതാണ്. അതിനെ ഒന്ന് തട്ടി ഉണർത്തുവാനുള്ളതാണ്. അല്ലെങ്കിൽ കെട്ടുപോയ തീയെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കുവാൻ, ദൈവസ്നേഹത്തെ ഒന്ന് നമ്മുടെ ഉള്ളിൽ ആളിക്കത്തിക്കുവാനുള്ള ഓരോ അനുഭവങ്ങളാണ് എല്ലാം നമ്മൾ കാണാനായിട്ട് പറ്റും. ഒന്നും പാഴല്ല നമ്മുടെ ജീവിതത്തിൽ. വീഴ്ചകളോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിബന്ധങ്ങളോ പ്രതികൂലങ്ങളോ രോഗങ്ങളോ ഒന്നും പാഴ്വസ്തുക്കളല്ല. എല്ലാം ദൈവം അതിനെ മനോഹരമാക്കി. നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഓരോരുത്തരുടെ കരവരുന്ന് പറയുന്നത് ഏറ്റവും വേസ്റ്റായിട്ടുള്ള സാധനങ്ങളിൽ നിന്നും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. ലോകം തള്ളിക്കളയുന്ന പലതിൽ നിന്നും വിസ്തൃതമായൊരു ചിത്രം ഇത് കണ്ടിട്ടുണ്ട്. ആ ഒരു ദേവാലയത്തിൻ്റെ ഒരു അൾത്താരയുടെ പിന്നിലുള്ള വലിയൊരു ജനാലയാണ്, ഒരു വിൻഡോ. അതിനകത്ത് പണിതിരിക്കുന്ന വളരെ ശബളമായ ഒരു ജനലാണ്. അതിനകത്ത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ അത് ആ ജനലിൽ തന്നെ വ്യത്യസ്തങ്ങളായ കളർ ചില്ലുകൾ കൊണ്ട് തന്നെ പണിതിരിക്കുക. പക്ഷെ അതിൻ്റെ പിൻപിലുള്ള
ആ ദേവാലയം പണിതപ്പോൾ വളരെ മനോഹരമായ ചില കണ്ണാടികളൊക്കെ ഫിറ്റ് ചെയ്തു. പക്ഷെ അത് വലിയ കാറ്റത്തെങ്ങോട്ട് അത് അടിഞ്ഞ്, അല്ലെങ്കിൽ അവിടെ പ്രവർത്തിച്ചിരുന്നവരുടെ ചില ശ്രദ്ധയില്ലായ്മ കൊണ്ട് വീണുടഞ്ഞ കുറേ ചില്ലുകൂട്ടങ്ങൾ, അല്ലെങ്കിൽ പണിതപ്പോൾ വേസ്റ്റ് വന്ന അത് എടുത്ത് അവിടുത്തെ പണിശാലയുടെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. എന്നാലൊരു ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി വന്നിട്ടാണ് അത് കണ്ടുപിടിച്ചത്. അതെടുത്താണ് അത് പണിതത്. വേസ്റ്റ് എന്നെണ്ണിയ പൊട്ടിപ്പോയി ഉടഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അതിനെ എടുത്ത് വളരെ മനോഹരമായൊരു ജനലായിട്ട് അത് അനേകർ വന്ന് കാണത്തക്കവണ്ണം ഒരു ശ്രേഷ്ഠത അതിന് ലഭിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാം സംഭവിക്കുന്നതെല്ലാം അത് മനോഹരമായ ചിത്രങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തു വന്നാലും ദൈവം നമ്മുടെ സങ്കേതം. ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്. ആ വാക്യം പറയും, ഒരു ഇതിൽ പറയും ഗോഡ് ഈസ് അവർ ഷെൽട്ടർ ആൻഡ് സ്ട്രെങ്ത് എന്ന് പറയും. കുറച്ചും കൂടെ ഇതായിട്ട് പറയും റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത് എന്ന് പറയും. ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്. റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അല്ലേ, അഭയാർത്ഥികൾക്ക് വരാൻ ദുർഗമാണ് റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ. റെഫ്യൂജീസിന് റെഫ്യൂജ്, അതായത് അഭയാർത്ഥികൾക്ക് ഏറ്റവും നല്ല സങ്കേതം എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതിൻ്റെ വിശുദ്ധ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോവുകയില്ല. ഇവിടെ ഒരു നദിയുണ്ടെന്നാണ് പറയുന്നത്. ആ നദി ദൈവനഗരത്തെ അത്യുന്നതിൻ്റെ തിരുനിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഈ നദി എന്ന് പറയുന്നത് നമ്മൾ തിരുവനന്തപുരത്തിലേക്ക് നോക്കുമ്പോൾ നദികൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ പറയുക എന്താണ്? ജീവജലത്തിൻ്റെ ഉറവ് അത് പിതാവാൻ ദൈവം. യെരമ്യാവ് 2:13 പറയാം. ഇനി പുത്രനാം ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴോ സഖരിയാവ് 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. ആ തുറക്കപ്പെട്ട ഉറവ ഇവിടെ ക്രൂശിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. അനന്തരം അവൻ്റെ വിലാപ്പുറത്ത് കുത്തി അവിടുന്ന് വെള്ളവും രക്തവും ഒഴുകിയെന്ന്, രക്തവും വെള്ളവും ഒഴുകി. ഒരു ഉറവ തുറന്നിട്ടുണ്ട് പാപപരിഹാരത്തിനായി, നമ്മളെ കഴുകുവാൻ, ജീവജലത്തിൻ്റെ നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു നദി. ഒന്ന് തൃപ്തിയേകുന്നതാണ്, ഒന്ന് വിശുദ്ധീകരിക്കുന്ന നദി. പിന്നെ പരിശുദ്ധാത്മാവാന്തയും ദൈവിക തൃത്വത്തിലേതല്ലേ, ആത്മാവാന്തയവുമാണ് നദി എന്ന് പറയുന്നുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 38-ലും 4-14 നമ്മൾ കാണുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടർ. അത് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് പറയുന്നത്. അപ്പോൾ എന്തുമാത്രമായിരിക്കാം അത്? അപ്പോൾ തന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് നദികൾ ഒഴുകുമെന്ന് പറയുന്നു. പഴയ നിയമത്തിൽ ഉറവായിട്ടാണ് സദൃശ്യപ്പെടുത്തിയിരുന്നത്. അവൻ രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരുമെന്ന്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നദികളായിട്ട് ഒഴുകുകയാണ്. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രത്യേകത. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെയൊക്കെ നദികൾ, വറ്റിപ്പോകാത്ത നദികൾ നമ്മളിന്ന് ഉത്ഭവിക്കും എപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, അവൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ. അതുകൊണ്ട് ഇവിടെ പറയാം, അതുകൊണ്ട് ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ഞാൻ 5-ാമത്തെ വാക്യത്തിൽ പറയാം, ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് ഇവിടെ അത്യുന്നതിൻ്റെ വിശുദ്ധ ദൈവനഗരം എന്ന് പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഓരോരുത്തരും വായിക്കേണ്ട ഒരു ഇതാണ്. ജോൺ ബെനിയൻ്റെ 1-ാമത്തെ പരദേശി മോക്ഷയാത്ര, ഓരോ വിശ്വാസിയും വായിച്ചിരിക്കേണ്ട പരദേശി മോക്ഷയാത്ര, പിൽഗ്രിംസ് പ്രോഗ്രസ്, പരദേശി മോക്ഷയാത്ര. അദ്ദേഹം തന്നെ എഴുതിയ 2-ാമത്തെ ഒരു പുസ്തകമാണ്. വേറെ പിൽഗ്രിംസ് പ്രോഗ്രസ് 2 പാർട്ടായിട്ടുണ്ട്, ഇപ്പോൾ ഒന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. മറ്റൊരു പുസ്തകമാണ് അലിഗോറിക്കൽ ക്ലാസിക് എന്ന് പറഞ്ഞാൽ ഉപമാത്മകമായ, അതായത് ഹോളി വാർ, വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ഒരു ഇതാണ് ഹോളി വാർ, വിശുദ്ധ യുദ്ധം. അതിനകത്ത് ഈ മനുഷ്യ ശരീരത്തെ ഒരു നഗരമായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. നരാൽമപുരി എന്ന് പറയും, നരാൽമപുരി. എന്നിട്ട് അവിടെ ഇമ്മാനുവേൽ രാജകുമാരൻ വരുന്നു, ആകൽക്കറുതായ തടങ്ങിലിടുന്നു. അപ്പോൾ കർണപടങ്ങളെല്ലാം, എല്ലാ അവയവങ്ങളെല്ലാം ഓരോ അവിടെ നിൽക്കുന്ന കാവൽക്കാരെല്ലാം വളരെ മനോഹരമാണ് അത് വായിക്കാനായിട്ട്. ഹോളി വാർ എന്ന് പറയുന്ന ബുക്ക്, അത് വായിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പം നമ്മൾ നഗരമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ നഗരമെന്നാണ്. നഗരത്തിൻ്റെ നടുവിൽ എന്തുണ്ട്? ദൈവം അതിൻ്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. 5-ാമത്തെ വാക്യം, ദൈവം ആദ്യകാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളെ യഹോവ നമ്മോട് കൂടിയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. സേല, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക, ഒരു സൈലൻ്റ്. അത് ഇവിടെ പറയുന്നതാണ്, ദൈവം ആദ്യകാലത്ത് തന്നെ അതിനെ സഹായിക്കും. എല്ലാ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ആദ്യകാലത്തെ ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തിന് അനുഗ്രഹം ഇറങ്ങി വരുന്ന സമയമാണത്, ദ ഇയർലി മോർണിംഗ് ടൈം.
അതികാലത്തെ ഞാൻ അവനെ അന്വേഷിക്കും. ദിവസത്തിൻ്റെ ആരംഭത്തിൽ ആ ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെ ദൈവം നമുക്ക് കിട്ടും. അത് പുതിയ കൃപകൾ, പുതിയ അനുഗ്രഹങ്ങൾ തരാൻ ദൈവം നമ്മൾ ഒരുക്കുന്ന സമയങ്ങളാണ്. ഫ്രഷ് മൈൻഡഡാണ് നമ്മൾ. കാലത്ത് എഴുന്നേറ്റ് വളരെ കാം ആൻഡ് ക്വയറ്റാണ്, വളരെ ശാന്തതയാണ് പ്രഭാതത്തിലേക്ക് അതിരാവിലെ സമയം എന്ന് പറയുന്നത്. ഒച്ചപ്പാടുകളുടെ ബഹളമില്ല, പ്രകൃതി തന്നെ വളരെ ശാന്തമാണ്. പതിയെ പതിയെ ഇത് ഉണർന്നു വരുന്നത് കാണാനായിട്ട് പറ്റും. പക്ഷികളുടെ ഇതൊക്കെ ആയിട്ട് പതിയെ പതിയെ ഉണർന്നു വരുന്നത്. അപ്പോൾ അതികാലത്തെ ഞാൻ ഉണരുമെന്ന് ദാവീദൊക്കെ പറയുന്നത്. എത്രമാത്രം ഇതുള്ളതാണ് ഉദ്യോഗങ്ങളൊക്കെ. അതികാലത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊന്നിനും സമയം കിട്ടാതെ പോവില്ല. ഇന്ന് അനേക ജീവിതങ്ങൾ ലേറ്റ് ടു ബെഡ് ആൻഡ് ലേറ്റ് ടു റൈസ് എന്ന് പറയുന്നത്. നേരത്തെ ഉള്ളത് ഏർലി ടു ബെഡ് ആർ ഏർലി ടു റൈസ് എന്ന് പറയും. നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുക. ഇന്ന് താമസിച്ച് കിടക്കുക, താമസിച്ച് എഴുന്നേൽക്കുക. അപ്പോൾ പ്രഭാതത്തിൻ്റെ മനോഹാരിതയും ആ ഊഷ്മളതയും ഒന്നും കാലത്തേക്ക് ഫ്രഷ് എയർ എന്നൊക്കെ പറയും. അതിന് വിവരിക്കാനൊരു സമയം പോരാ. ഏതായാലും ഇവിടെ പറയുകയാണ്, അധികാലത്ത് തന്നെ അതിനെ സഹായിക്കുമെന്ന് പറയുന്നത്. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് ദാവീദ് പറയുന്നുണ്ട്. രാവിലെ ഇൻ ദ മോർണിംഗ് ടൈം. ഇവിടെ ജാതികൾ കുത്തിച്ച് രാജ്യം. 7-ാമത്തെ വാക്ക്, സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടിയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകും. വരുവീൻ, യഹോവയുടെ പ്രവൃത്തികൾ നോക്കുവീൻ. അവൻ ഭൂമിയിൽ അത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരും ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങൾ യഹോവ നമ്മോട് കൂടിയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. 2 പ്രാവശ്യം എടുത്തു പറയുന്ന ഒരു വാക്യമാണ്, The Lord Almighty is with us. The God of Jacob is our refuge. The Lord Almighty is with us. സർവശക്തനായ ദൈവം നമ്മളോട് കൂടെയുണ്ടെന്നുള്ളത്. ഇതാണ് ദൈവിക ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം പറയുന്നത്. ഇങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ കുലുങ്ങിപ്പോകത്തില്ല. ദൈവം എത്ര ഇതാണ്. ഈ സൂറിക്ക് നഗരത്തിലെ രക്തസാക്ഷി ഒരു ഭക്തൻ, അതായത് അദ്ദേഹം എന്തോ ഇതെന്നാണ് ക്രിസ്തീയ പീഡയുടെ സമയത്ത് അദ്ദേഹത്തെ പിടിച്ച് ഒരു കുറ്റിയോട്, ഒരു മരത്തിൻ്റെ കുറ്റിയോട് ചേർത്ത് ബന്ധിച്ച് അദ്ദേഹത്തെ വധിക്കാൻ പോവുക. വിറകൊക്കെ ചുറ്റുവരക്കിയിട്ട് തീ കൊളുത്തി കൊല്ലാൻ പോവുക. ജോബാനോ ആർക്കിനെ പോലെ തന്നെ തീ കൊളുത്താൻ പോകുമ്പോൾ ആ വധത്തിൻ്റെ ചുമതല വഹിച്ചിരുന്ന നഗരാധിപന് അരികിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങളുടെ കൈ ദയവായി എൻ്റെ നെഞ്ചത്തൊന്ന് വെച്ച് നോക്കുക, മരിക്കാൻ പോകുന്ന എൻ്റെ ചങ്കിടിപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കുക. അത് സാവകാശത്തിലും സാധാരണഗതിയിലും അല്ലാതെ ഇടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മാർഗത്തിൽ വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രക്ഷുബ്ധമായ അവസരത്തിൽ അദ്ദേഹം ശാന്തനാണ്, മിണ്ടാതിരുന്ന ദൈവം കാം ആൻഡ് ക്വയറ്റ് അവിടെ. അപ്പോൾ അത് പറയുകയാണ്, നീ എൻ്റെ ഹൃദയോടിപ്പൊന്ന് പരിശോധന നോക്കിയേ, ഞാൻ എന്നെ തീ കൊള്ളിത്, എനിക്കൊരു അസ്വസ്ഥതയില്ലല്ലോ, ശാന്തമാണല്ലോ. അസ്വസ്ഥമാണെങ്കിൽ നീ വിശ്വസിക്കേണ്ട, അല്ലെങ്കിൽ നീ ചിന്തിക്കുക എന്താണ് ഇതിൻ്റെ കാര്യമെന്ന്. അപ്പോൾ അവൻ്റെ വിശ്വാസം ഉറപ്പാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ പ്രക്ഷുബ്ധമായ സ്ഥലമൊക്കെ ശാന്തമായി നമ്മൾ ഇരുന്നാൽ അവിടെ നമ്മുടെ പടകെല്ലാം ശാന്തമാകും നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തിൽ ശാന്തത വരുന്നതായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ടതാണ്, ദൈവം അതിൻ്റെ മധ്യയുണ്ട്. എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രത്തിൽ, നമ്മുടെ ഹൃദയ സിംഹാസനത്തിൽ അവൻ രാജാവ് വാഴട്ടെ, സർവ്വസൈന്യാധിപനായവൻ വാഴട്ടെ, സമാധാനത്തിൻ്റെ രാജാവായി അവൻ വാഴട്ടെ, ആശ്വാസത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ എല്ലാം നദികളായി അവൻ നമ്മളിൽ വാഴട്ടെ. അപ്പം നമ്മുടെ ജീവിതങ്ങൾ ധന്യമായി തീരും. ദൈവകൃപകൾ അതിലൊക്കെ ക്രൂശിലൊക്കെ നമ്മൾ കാണാം, എത്ര ശാന്തമായിട്ടാണ് ക്രിസ്തുവോടെ അവസാനം ജയോത്സവം കൊണ്ടാടുകയാണ് ക്രൂശിൽ. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടി ഒരു നദി ഒഴുകിയിട്ടുണ്ട്. ആ നദി നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ നദി നമ്മൾ പെന്തക്കോസ്തിൽ കാണുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. അതുകൊണ്ട് എന്തെല്ലാം അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ഇതെല്ലാം പിന്നീടൊരു ലൈഫിലല്ല, ഇവിടെ നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. ഈ ദൈവം സർവശക്തനായ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ എല്ലാറ്റിനും എത്ര ഇതാണ്. നമ്മുടെ ഏത് ജോലിയിലായിരിക്കട്ടെ, എന്തിലായിക്കൊള്ളട്ടെ, അവിടെയെല്ലാം നമുക്ക് ജയകരമായി നമ്മൾ വഴി നടത്താൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് നമുക്കിത് സൈന്യങ്ങളെ യഹോവ നമ്മോടുകൂടി, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നുവെന്ന് നമുക്ക് ഉറയ്ക്കാം. ദിവസം നമ്മളെ തന്നെ സമർപ്പിക്കാം. അപ്പോൾ ആ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സങ്കേതമായ ദൈവമേ, റെഫ്യൂജ് ആൻഡ് ഷെൽട്ടർ, സ്ട്രെങ്ത് എല്ലാം ദൈവമേ നീ ആയിരിക്കാൻ ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ബലം ബലഹീനമാണ്, എന്നാൽ നിൻ്റെ ബലം മഹത്തരമാണപ്പാ. ഞങ്ങൾക്ക് മതിയായതാണത്. നിൻ്റെ ബലത്താ ഞങ്ങളുടെ അര കിട്ടുന്ന ദൈവമേ, ഞങ്ങളെ ഇവിടുന്ന് വിശുദ്ധീകരിക്കണമേ. ക്രൂശിലെ ഒഴുകിയ തിരു രക്തത്താൽ ഞങ്ങൾ ശുദ്ധീകരിക്കുകയും അവിടുത്തെ ആത്മാവിനായി ഞങ്ങൾ നിറയ്ക്കുകയും ശക്തീകരിക്കുകയും ശക്തീകരിക്കുകയും അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. അതികാലത്ത് തന്നെ നിന്നെ തേടുവാൻ ഓരോ ദിവസവും പുതിയ കൃപകൾ അനുഭവിക്കാൻ തുടങ്ങി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥി. ഇതുവരെ നല്ല കൃപകൾക്കായ സ്തുതി മഹത്വപ്പെടുന്ന മാത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമം മഹത്വപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ.